രാവിലെ തന്നെ സ്വീറ്റിൻ്റെ സൈഡിലോട്ടാണ് വന്നേക്കുന്നത്. ഇതെല്ലാം എല്ലായിടും ഉള്ള പോലെ. അതെന്താ? ചിയാ സീഡിൻ്റെ ക്രാമ്പിൾ മിൽക്ക്, ഹോട്ട് ഡോഗ്, ഇതെന്താ? ഗ്രിൽഡ് മഷ്റൂം. ഇന്ന് ഞാൻ ഏതാണ്ടൊക്കെ വാരിപ്പറക്കി എടുത്തിട്ടുണ്ട്. എല്ലാം പക്ഷേ സ്വീറ്റ് ആണെന്നേ ഉള്ളൂ കേട്ടോ. ഒന്നും ഹെൽത്തി ആയിട്ടുള്ളതൊന്നുമില്ല. സ്വാഭാവികം അല്ലേ? ഇന്നിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ദിവസം ആയില്ലേ? ഇപ്പം ജോർജിയയുടെ റിവ്യൂ ചോദിച്ചാൽ എന്താ പറയും? എന്തോ അടിപൊളി. ഇനി എന്നാ എവിടെയൊക്കെയാ പോകുന്നത്? എപ്പോഴും പറയും ഞാൻ, തിബിലിസിയിൽ ഓൾഡ് തിബിലിസി ആണെങ്കിൽ ഇത് പാടാണ്, സിറ്റിയിലോട്ടാണെങ്കിൽ ഇഷ്ടമാണ്. ഇനി ജോർജിയ വന്നാൽ എവിടെയൊക്കെയാ പോകേണ്ടത്? ഇനിയും ജൂത്ത. അത് കണ്ട് അതായിരുന്നു എൻ്റെ എക്സ്പെക്റ്റേഷൻ. കസ്ബേലി അത് എത്തി, അതുവരെ എത്തി. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ചർച്ച കണ്ടിട്ട് വന്നതിൻ്റെ ആൾ മലകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമുക്ക് നടന്നു കഴിഞ്ഞാൽ രസമായിരിക്കും. അതാണ് ജൂത്തയുടെ ഒരു എക്സ്പീരിയൻസ്, അത് ഹൈക്ക് ചെയ്യുന്നത്. പിന്നെ ബോർഗോമി, കുട്ടേസി, സിഗ്നാഹി എങ്ങനെയുണ്ട്? സിറ്റി ഓഫ് ലവ് അത് വെച്ചിട്ട് ആ ക്യാപ്ഷൻ വെച്ചിട്ട് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അല്ലാതെ അതിനെപ്പറ്റി നമുക്ക് അറിയില്ല. സിറ്റിയാണോ വില്ലേജാണോ? ആദ്യത്തെ ദിവസത്തെ ഇത്തവണ മിസ്സായതൊക്കെ അടുത്ത തവണ വരുന്നു. ഇവിടെ ഒന്ന് ആദ്യത്തെ ദിവസത്തെ റിവ്യൂ എന്തുവായിരുന്നു? കൊള്ളത്തില്ല, വില വരലാണ്. ലാസ്റ്റ് ദിവസം ആയപ്പോഴത്തേക്കും നേരെ ഉൾട്ടടിച്ചു. ശരി, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ കഴിച്ചോ. അതിന് ബട്ടൂണിലും കുട്ടേശ്ശേരിയും പോയിട്ട് വരേണ്ടി വന്നു ഉൾട്ടയാവാൻ. ശരി, എന്നാ കഴിച്ചോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാം സെറ്റായി. ട്രിപ്പിൻ്റെ 7ാമത്തെ ദിവസം, നമ്മുടെ ലാസ്റ്റ് ഡേ. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ തിരിച്ച് ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ എയർപോർട്ടിലേക്ക് പോകണം. അതെ, ഓക്കെ ഓക്കെ, ബൈ ബൈ. നല്ല വെട്ടമുണ്ട്. നമ്മൾ ഇപ്പം എങ്ങോട്ട് പോവാ? വെറുതെ ഒന്ന് നടന്നിട്ട് വരാം. ചെക്കൗട്ടിന് ഇനിയും സമയമുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. വിശപ്പില്ല, ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഷൂസ് വൃത്തിയാക്കുന്നു. ഒരാഴ്ച കൊണ്ട് ഷൂസിൻ്റെ അടപ്പിളകി. അപ്പം ലേറ്റ് ചെക്കൗട്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ലഗേജ് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം അല്ലേ? ബുക്കിംഗ്സ് ഒരുപാടുണ്ട്, അതുകൊണ്ട് ലേറ്റ് ചെക്ക് ഇൻ പറ്റില്ല. അപ്പോൾ റൂം ചെക്കൗട്ട് പറ്റത്തില്ല. അപ്പോൾ റൂം അവർക്ക് അടുത്ത ഗസ്റ്റിന് വേണ്ടി വരും, അതായിരിക്കും. അപ്പം നമുക്ക് ലഗേജ് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് പുറത്ത് എന്തായാലും ഒരു 2 മണിക്കേ നമ്മുടെ ക്യാബ് വരുത്തുള്ളൂ. 12 മണിയാണെന്നുള്ളൂ. നമുക്ക് ലഗേജ് ഹോൾഡ് ചെയ്തിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ നടന്നിനി വിയർത്ത്
ചളവായി പോയി ഇരിക്കാൻ വയ്യ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കൂടുതൽ ഒരുപാട് ദൂരം നടന്നിട്ടുള്ള ഷോപ്പിൽ പോകണ്ട, 5 മിനിറ്റൊക്കെ ആണെങ്കിൽ ഓക്കെ. ഓ, ഞാൻ എന്നോട് പറയാം തിരിച്ചവിടെ പോയി ഇരുന്നോളാം, ഹോട്ടലിൽ പോയി ഇരുന്നോളാം. നമ്മളിവിടെ ഒരു വൈൻ ഷോപ്പിൽ വന്നേക്കാണ്. ദൂരം വൈനാ, പല ടൈപ്പ്. നൈസ്. അങ്ങനെ വൈനൊക്കെ വാങ്ങിച്ചില്ലേ. കുടിവെള്ളം വാങ്ങിക്കട്ടെ. കുടിവെള്ളത്തിനാണ് ഇവിടെ വില കൂടുതൽ. കിഡ്നി വിൽക്കേണ്ടി വരും വെള്ളം, കുടിവെള്ളം വാങ്ങിക്കാൻ. ആ മതി. നീറാപ്പാണോ? കഴിക്കാം. എങ്ങനെയുണ്ട് റാപ്പ്? ചിക്കൻ റാപ്പ് വിത്ത് ട്രഫിൾ സോസ്. ലെറ്റ്യൂസാണോ കൂടുതൽ? നല്ല ടേസ്റ്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റാപ്പ് മിനി റാപ്പാണ് പറഞ്ഞത്. എനിക്കൊന്ന് സ്റ്റാൻഡേർഡ് റാപ്പിനകത്ത് കൂടുതൽ ചിക്കൻ വരുമായിരിക്കും. ഞാൻ വിചാരിച്ച് റാപ്പിൻ്റെ ടോട്ടൽ സൈസാണ് മാറുന്നത്. നമ്മുടെ നാട്ടിൽ ഹാഫ് ബിരിയാണി പറയുന്നത് റൈസ് ക്വാണ്ടിറ്റി ഒക്കെ സെയിം ആയിരിക്കും. ഹാഫ് ബിരിയാണി ആണെങ്കിൽ 1 പീസും ഫുൾ ബിരിയാണിക്ക് അത് 2 പീസ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. കുറച്ച് ലെറ്റ്യൂസ് കൂടുതലായിരുന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. മദർ ഓഫ് ജോർജിയ, അരികാല ഹോട്ടൽ. ഞാൻ വീണ്ടും ആ സ്വീറ്റ് വാങ്ങിച്ചേട്ടോ എയർപോർട്ടിൽ വന്നിട്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെപ്പറ്റി? എൻ്റെ ഈ ആക്ഷനെ പറ്റി എന്തെങ്കിലും പറയാൻ? വീണ്ടും ഇത് തന്നെ, അതുകൊണ്ടൊന്നും പറയാനില്ല. നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞാൽ എടുക്കാം, ഫ്രിഡ്ജിലൊട്ടിക്കാൻ. ഐ ലവ് ജോർജിയ മതിയോ? ആ, ഞങ്ങളത് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചു. 7 ലാറി. എയർപോർട്ടിനകത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് സ്വീറ്റും മേടിച്ചു, ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും വാങ്ങിച്ചു. ഇനി ബാക്കിയുള്ള ലാറി എല്ലാം കൊടുക്കാൻ പോവാ തിരിച്ചില്ലേ. ഇന്ത്യയിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലേ. എടുക്കുമെന്ന് അറിയത്തില്ല. ചില സ്ഥലത്ത് ചെറിയ കോയിൻസ് ഒന്നും അവർ എക്സ്ചേഞ്ചിൽ എടുക്കത്തില്ല. ആ നോക്കാം. അയ്യോ താഴെപ്പോയി. ഞാനൊരു ന്യൂട്ടല്ല പറഞ്ഞു, ഒരു ബവേറിയൻ എന്താ പറഞ്ഞേ? ഞാൻ പിസ്താഷ്യോ ലാറ്റെ. ഇതെന്തോ ഇതിന്റെ പേര്? പിസ്താഷ്യോ ലാറ്റെ. ആ, എന്നാ കുടിച്ചിട്ട് പറ എങ്ങനെ ഉണ്ടോ. കോഫിയും കൂടെ ആവുമല്ലോ എന്നുള്ളത് വെച്ചിട്ട് മേടിച്ചാൽ. ആദ്യം മറ്റേ ദുബായ് ഐസ്ക്രീം വേണോന്നല്ലേ പറഞ്ഞേ? വൈകുന്നേരത്തെ ചായ മിസ്സായില്ലേ, കോഫി. ആ, അതിനൊരു കോഫിയും കൂടെ ആവും. കലക്കണമെന്ന് തോന്നുന്നു, മിക്സ് ചെയ്യണമെന്ന് തോന്നുന്നു. പിസ്താഷ്യോ ഫ്ലേവർ ഒന്നുമില്ല ഈ മേളിൽ ഒഴിച്ചേക്കുന്ന. അത് കലങ്ങിയാലേ ആ ഫ്ലേവർ വരത്തുള്ളായിരിക്കും. കൊള്ളാല്ലേ? എന്നാ ഞാൻ എൻ്റെ ഡോണറ്റ് കഴിക്കട്ടെ. എന്തിനാ നീ ഒളിച്ചു വെച്ചതെന്നാ? അതങ്ങനെയാണ് കഴിക്കേണ്ടത്. എന്നാലേ ഒരു ഫോറിൻ ലുക്ക് വരത്തുള്ളൂ അല്ലേ? അല്ല,
താഴെ ഒന്നും വീഴാതിരിക്കത്തുള്ളൂ. നമ്മൾ ജോർജിയയിൽ പോവാല്ലേ? ജോർജിയക്ക് ബൈ ബൈ. ആൾക്കാരൊന്നും ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല. ഇപ്പം തന്നെ നമ്മളെ പറഞ്ഞ സമയത്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഡിസ്പ്ലേയിലും കാര്യങ്ങളും എല്ലാം ഓൺ ടൈമിന് തന്നെയാണ് കാണിക്കുന്നത്. ഡിലേ എന്നുള്ള ഓൺ ടൈമായിട്ട് അരമണിക്കൂർ അപ്പോഴാണ് ബോർഡിങ് കംപ്ലീറ്റ് ആയത്. ഇനിയിപ്പം സൈഡിൽ ലഗേജൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ട്, ഫ്യൂലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂട്. ഇനിയിപ്പോൾ ഉടനെ പോകുമായിരിക്കും. എന്നാലും ഇനി എടുക്കുമല്ലോ ജോസ്. Passengers, ladies and gentlemen, and dear children, this is your captain speaking on behalf. നമ്മൾ ഷാർജയിലെത്തി. നമ്മൾ ഷാർജയിലെത്തി ലാൻഡ് ചെയ്യാൻ പോവാണ്. അടിപൊളി വ്യൂ അല്ലേ? നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മൾ ഷാർജ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഷാർജയിൽ എത്തിയിട്ടുണ്ടേ. ബസ്സിലേക്ക് കയറാൻ പോവാം. നമ്മൾ ഷാർജയിലെത്തി എയർപോർട്ടിലേക്ക് പോവാണ്. ഇവിടെ ഡിന്നർ വന്നിട്ടുണ്ട്. ഓൾറെഡി ഒരു ഷവർമ കഴിച്ചിട്ടിരിക്കുക അല്ലേ? ബാംഗ്ലൂർ എത്തിയ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. സമയം ഇപ്പം 4:30 അല്ലേ? 4:30ആയി. 3:40 എത്തണ്ടേ? 4:30 എത്തിയില്ലേ? ഇവിടുന്ന് തിരിച്ച് 4 രൂപ എടുക്കണം. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി ഒരെണ്ണം കിട്ടി. ബാക്കിക്ക് വേണ്ടി വെയിറ്റിംഗ്. അങ്ങനെ ബാംഗ്ലൂർ എത്തി.